ഹായ് മച്ചാന്മാരെ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വിവോയുടെ V15 Pro എന്ന് പറഞ്ഞ മോഡലാണ്. ഇപ്പോൾ ഈ മൊബൈലിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കോൾ വരും, അലാറം വരും, എല്ലാ കാര്യങ്ങളും വരും, എല്ലാ ടൂണും കേൾക്കും, പക്ഷേ കാണാൻ പറ്റത്തില്ല. ഡിസ്പ്ലേ ലൈറ്റ് വരില്ല, ഡിസ്പ്ലേ ഫുൾ ബ്ലാങ്ക് ആണ്. അപ്പോൾ ഞാനൊന്ന് ചാർജർ കണക്ട് ചെയ്ത് കാണിക്കാം. ഈ മൊബൈലാണെങ്കിൽ നല്ല രീതിയിൽ വർക്കായിക്കൊണ്ടിരുന്നതാണ്. 2-3 ദിവസത്തിന് മുമ്പേ ടെമ്പേർഡ് ഒട്ടിച്ചു, എന്നിട്ടും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് രാവിലെ ഒരു ദിവസം എടുത്ത് നോക്കിയപ്പം ഒന്നും ഫുൾ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണ്. കോളൊക്കെ വരുന്നുണ്ട്, സൗണ്ട് കേട്ട് ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി നോക്കിയപ്പം കോൾ വരുന്നുണ്ട്, പക്ഷേ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ കൊണ്ടുവന്നതാണ്. വേറൊരു ഷോപ്പിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ ഡിസ്പ്ലേ മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഈ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ നോക്കിയപ്പോഴേക്കും ഇത് ഡിസ്പ്ലേ ആൾറെഡി ഇളകി നിന്നിട്ട് ഒരു ഗമ്മടിച്ച് ഒട്ടിച്ചതാണ്. ഒട്ടിച്ച് പിന്നീട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചപ്പോൾ എൻ്റെ ഒരു ഡൗട്ടാണ്, എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ് ഞാനിവിടെ നോക്കുന്നത്. എടുത്ത ഉടനെ നമ്മളെല്ലാവരും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ മാറണം, ആ ഡിസ്പ്ലേ പോയതാണ്, നിങ്ങൾ മാറേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇവിടെ എനിക്ക് തോന്നിയൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ ആൾറെഡി ഗമ്മ് വെച്ച് ഒട്ടിച്ചപ്പോൾ വെച്ച് ടൈറ്റ് ആയിരുന്നു, ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചപ്പോൾ ഓവർ ടൈറ്റായിട്ട് എവിടെയെങ്കിലും പ്രസ്സായി ഡിസ്പ്ലേ, അതായത് ഡിസ്പ്ലേ ജാമായി ബ്ലാങ്ക് ആയതായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നിയത്. ഞാൻ മുമ്പും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇളക്കുകയാണ്. ഇത് ഞാനൊന്ന് സ്കിപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് തന്നെ ഇളക്കി ക്ലിയർ ആയിട്ട് കാണിക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചല്ലോ, ചാർജർ കണക്ട് ചെയ്ത് നോക്കി, ഒരു അനക്കവും ഇല്ല, സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതാണ്ട് ബാക്ക് പാനൽ ഇളക്കുകയാണ്. ഇത് ആൾറെഡി ഇളക്കിയ മൊബൈൽ ആയതുകൊണ്ട് തന്നെ വലിയ പാടൊന്നുമില്ല. ഗം വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതങ്ങ് ഒറ്റ കറക്കിയെടുക്കും. വിവോ V15 Pro ഇറങ്ങിയ സമയത്ത് എന്തുമായിരുന്നു വെച്ചാൽ പോപ്പപ്പിൻ്റെ ആശാനായിരുന്നു. ഇഷ്ടംപോലെ സെയിലായ മോഡലാണ്. പക്ഷേ ഇപ്പം വിവോ V15 Proയുടെ പോപ്പപ്പ് ക്യാമറകൾ കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞു പോപ്പപ്പ് വർക്കാവുന്നില്ല എന്ന്. സംഭവം അവരെ കാലാവധി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 5 വർഷമാണെന്ന് തോന്നുന്നു ഇതിൻ്റെ വാറണ്ടി കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ഇഷ്യൂ ആണെന്നാണ് തോന്നുന്നു. കമ്പനി അങ്ങനെ 5 വർഷമാണെന്ന് തോന്നുന്നു കൊടുത്തിരിക്കുന്നത്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ എൻ്റെ ഓർമ്മയിൽ 5 വർഷമാണെന്ന് തോന്നുന്നു. ഓക്കെ, അല്ലെങ്കിൽ പോപ്പപ്പ് ഇങ്ങനെ പോയിട്ട് വരുന്നത്, പൊങ്ങിയിട്ട് വരുന്നത് ഇത്ര അതായത് എണ്ണം ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല ഞാൻ വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഞാനിതാ ബാക്ക് പാനൽ ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാണ്ട് ബാക്ക് പാനൽ കവറാണേ, പാനൽ ഇളക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് മദർ ബോർഡിലെ പ്രൊട്ടക്ടർ ഇളക്കാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ ബ്ലാങ്ക് കംപ്ലയിൻറ്റ് വരുന്നത് എടുത്ത ഉടനെ നമ്മൾ പറയുന്നത് ഡിസ്പ്ലേ മാറണം. എല്ലാവരും പറയുന്ന ഒറ്റ വാക്കേ ഡിസ്പ്ലേ മാറണം. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഡിസ്പ്ലേ ഒന്ന് ഈ ഓവർ ടൈറ്റ് എനിക്ക് ഫീൽ ചെയ്തല്ലോ. അപ്പോൾ എന്തെങ്കിലും ടൈറ്റായിട്ട് അല്ലെങ്കിൽ ടെമ്പേർഡും കൂടി ഒട്ടിച്ചപ്പോൾ ഒന്ന് പ്രസ്സായി കാണും, അങ്ങനെയാണ് ഇത് ബ്ലാങ്ക് ആയെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ തോന്നൽ മാത്രമാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു മൊബൈൽ ഇതുപോലെ ഞാൻ പയ്യെ ഗമ്മ് റിമൂവ് ചെയ്ത് ഡിസ്പ്ലേ ഇളക്കിയിട്ട് തിരിച്ച് സെറ്റ് ചെയ്തപ്പോൾ വർക്കായിരുന്നു. എത്ര പേർക്ക് അത് നടന്നിട്ടുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ ആരെങ്കിലും അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. മച്ചാൻ ഉള്ളതാണ് പറയുന്നത്. ഒരു സെറ്റ് ഇതുപോലെ ഫുള്ള് ഡിസ്പ്ലേ മാറി കൊണ്ടുപോയി 2-3 ആഴ്ച ഉപയോഗിച്ചതിന് ശേഷം, 1 മാസം അടുപ്പിച്ച് ഉപയോഗിച്ചതിന് ശേഷം ഫുള്ള് ബ്ലാങ്കായി ഡിസ്പ്ലേ മാറണമെന്ന് അവിടെ തന്നെ കൊണ്ടുപോയപ്പോൾ, ആ സെൻറ്ററിൽ തന്നെ കൊണ്ടുപോയപ്പോൾ ഡിസ്പ്ലേ മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വന്നപ്പോൾ ഞാനത് ഗം റിമൂവർ ഒഴിച്ച് പയ്യെ അങ്ങ് റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് സെറ്റ് തിരിച്ച് ആ ഡിസ്പ്ലേ ഓൺ ചെയ്തപ്പോൾ ഓണായി പ്യുവറായിട്ട് ക്ലിയറായിട്ട് വർക്കായി. ഞാൻ ആ ഡിസ്പ്ലേ തന്നെ പുള്ളിക്ക് ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്ത്. അപ്പോൾ അതിനുള്ള സർവീസ് ചാർജ് മാത്രം ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഡിസ്പ്ലേ മാറേണ്ട പൈസ അറിയാമല്ലോ, അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ചെറിയ സർവീസ് ചാർജ് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് എത്ര പേര് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പം സക്സസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഞാനിതാ സ്ക്രൂ ഒക്കെ മച്ചാനെ വേറെ സ്ക്രൂ ആണ് ഇട്ടിരിക്കുന്നത്. ആകെ കുറച്ച് സ്ക്രൂ ഇട്ടിട്ടുള്ളൂ. മൊബൈൽ കാണുമ്പോൾ അറിയാം ഞങ്ങൾക്ക് എല്ലാം ഇളക്കി ഒരുവിധം സെറ്റായിരിക്കുന്ന ഒരു മൊബൈലാണ്. ഞാൻ ഈ സ്ക്രൂ ഇളക്കുന്നതൊക്കെ സ്കിപ്പ് ചെയ്യാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്ലയിൻറ്റ് ഞങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണണം. നിങ്ങൾ ലൈവായിട്ട് കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് അത് ഇത് തന്നെ ആയിരുന്നു, ഇങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിവിടെ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാ സ്ക്രൂ ഇളക്കുന്നത്. സ്ക്രൂ ഒക്കെ ഒരുവിധം ഞാൻ പറഞ്ഞല്ലോ, വേറെ സ്ക്രൂ ഇട്ട് ത്രെഡൊക്കെ പോയി ഒരുമാതിരി കറങ്ങിച്ചാൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇച്ചിരി ടൈം എടുത്ത് ചെയ്യുന്നത്. അതുമില്ലാതെ അവിടെ കാണുമ്പോൾ അറിയാം ഇളക്കി ഗമ്മടിച്ച് ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ തിരിച്ച് സ്ക്രൂ ഇടുമ്പോൾ സ്കിപ്പ് ചെയ്യും കേട്ടോ, പിന്നെ അതിൻ്റെ നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാണ്ടേ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആയ ഒരു ഡിസ്പ്ലേ ആണ് നമ്മുടെ മുന്നിൽ. ഞാൻ ബാറ്ററി റിമൂവ് ചെയ്തു, ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്യുന്നു, തിരിച്ചിടുന്നു. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്തുവാ, സ്ട്രിപ്പുകൾ തമ്മിൽ സ്ട്രിപ്പെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം തിരിച്ചിട്ടിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കും. അതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ നമ്മൾ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു, തിരിച്ചിട്ടു, ഹീറ്റൊന്നുമില്ല, ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓൺ ആവുന്നോ നോക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേക്കും ചില സെറ്റുകൾ ഓണായിട്ടുണ്ട്, ഉള്ളതാണ് പറയുന്നത്. ചില സെറ്റുകൾ ഓണായി വന്നിട്ടുണ്ട്, ഓണായി വൈബ്രേഷൻ വന്നു, പക്ഷേ സാധനം തെളിഞ്ഞു വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി ബാറ്ററി റിമൂവ് ചെയ്ത്
ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് ബാറ്ററി ഞാൻ ഇളക്കി. ഇതുണ്ടോ സ്ട്രിപ്പിന് വല്ലതും ഇതിപ്പോൾ ഞാൻ നോക്കുന്ന പറഞ്ഞാൽ സ്ട്രിപ്പ് എവിടെയെങ്കിലും മടങ്ങിയോ ചുരുട്ടിയോ കൂട്ടിയോ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കാനാണ്. അപ്പോൾ ഞാൻ അതാണ്ട് സ്ട്രിപ്പ് റിമൂവ് ചെയ്തു. കണ്ടോ എവിടെയും ചുരുണ്ട് കൂടിയൊന്നും നിൽക്കില്ല. സാധാരണ ചില സ്ഥലത്തൊക്കെ ചുരുണ്ട് കൂടിയൊക്കെ ഇരിക്കും, ചിലപ്പോൾ ഇങ്ങനെ വളച്ചോടിച്ചൊക്കെ വെച്ചിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇളക്കി തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇപ്പോൾ അവിടെ ഒന്നും ഇഷ്യൂ ഇല്ല. ഞാൻ സ്ട്രിപ്പ് രണ്ടാമത് ഇട്ടു, പിന്നെ ബാറ്ററി അതുപോലെ വെച്ചു. ഇനി നമ്മുടെ കവറിൻ്റെ അടിയിലോട്ട് ഓക്കെ ബാറ്ററി അവിടെ വെച്ചിട്ടുണ്ട്. ഞാനിതാ ബാറ്ററി സ്ട്രിപ്പ് കൊടുത്തു. ഡിസ്പ്ലേ സ്ട്രിപ്പ് ആൾറെഡി ഞാൻ ഇളക്കിയിട്ട് കൊടുത്തു. ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്ത് നമ്മൾ പ്രസ് ചെയ്തു. ഓക്കെ, ഇനി ഞാനിതാ ഓൺ ചെയ്യുകയാണ്. കാരണം ഇതിൻ്റെ കസ്റ്റമർ നമ്മുടെ തൊട്ട് പുറകെ ഉണ്ട് കേട്ടോ, അതും കൂടി ഞാൻ പറയാം. ഇതിൻ്റെ കസ്റ്റമർ നമ്മുടെ തൊട്ട് പുറകെ ഉണ്ട്. അപ്പം പുള്ളിയുടെ മുമ്പിലാണ് നമ്മളിതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ എന്നിട്ടും സൗണ്ട് വന്നു. സംഭവം ഒരു അനക്കവും എന്ന് പറഞ്ഞാൽ ഒരു അനക്കവും ഇല്ല. ഇപ്പം ഞാൻ ഒന്നും കൂടി ചാർജർ കണക്ട് ചെയ്ത് നോക്കാൻ പോവാണ്. ഇപ്പോൾ സംഭവം ഓണായിട്ടുണ്ട്, മൊബൈൽ ഓണായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ചാർജർ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കാൻ പോവാണ്. ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുത്ത് കയറി ഡിസ്പ്ലേ മാറാതിരിക്കാനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാണ്ടേ അടുത്ത് ഞാൻ ചാർജർ കണക്ട് ചെയ്യാൻ പോവാണ്. ചാർജർ കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ വേരിയേഷൻസ് എങ്കിലും ലൈറ്റ് എവിടെയെങ്കിലും മിന്നുന്നോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനക്കമൊന്നും ഇല്ല. ഞാനത് ബാറ്ററി സ്ട്രിപ്പ് ഒന്നും കൂടി റിമൂവ് ചെയ്യുകയാണ്, കാരണം ഓണായിരുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് ചാർജർ കണക്ട് ചെയ്യുമ്പം പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു മിന്നക്കം കാണാനുള്ള സാധ്യതകളുണ്ട്. ഷോർട്ടാവുന്നതല്ല, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ, അതിനാണ്. അപ്പോൾ കണക്ട് ചെയ്തു, ഒരു രക്ഷയില്ല, ഫുള്ള് ബ്ലാങ്കാണ്. ഈ നിമിഷം വരെ മൊബൈൽ ഫുള്ള് ബ്ലാങ്കാണ്. ചാർജർ കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നും കൂടി ഞാൻ ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്തു. ഇനി ടെമ്പേർഡ് ഇളക്കാൻ പോവാണ്. അതാണ് കേട്ടോ, ടെമ്പേർഡ് പ്രസ് ആയിട്ടുണ്ടോ എന്ന് എൻ്റെ ഒരു സംശയം. കാരണം ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ച് ഒരുപാട് ഡിസ്പ്ലേ ബ്ലാങ്ക് ആയിട്ടുണ്ട്, ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. ഡിസ്പ്ലേ മാറിയതിന് ശേഷം ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചതിന് ശേഷം ഫുൾ ബ്ലാങ്ക് ആയ സെറ്റുകളുണ്ട്. ടെമ്പേർഡ് ഗ്ലാസ് റിമൂവ് ചെയ്യുമ്പം ഡിസ്പ്ലേ ലൈറ്റ് തെളിഞ്ഞ് വന്ന മൊബൈൽസും ഉണ്ട്. അങ്ങനെ അനുഭവമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ അതാ ടെമ്പേർഡ് ഗ്ലാസ് നോക്കിയാൽ നല്ല ടൈറ്റിൽ, ഇതാ നല്ല സീറ്റിംഗ് ആണ്. ഓക്കെ, ഏതാണ്ട് പയ്യെ ഇളക്കി എടുക്കുകയാണ്. ഐസിനങ്ങ് ഇളക്കി വന്നു. അത് ഒരു മിന്നൊക്കെ കണ്ടോ, ഡിസ്പ്ലേ ഒന്ന് ജസ്റ്റ് ഒന്നൊരു ബ്ലൂ ലൈറ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ, ഒന്ന് മിന്നിയിട്ട് പോയാൽ കണ്ടായിരുന്നോ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു. ഒരു ബ്ലൂ ലൈറ്റ് ഇങ്ങനെ ഒരു ബ്ലൂ കളറിൽ അവിടെ ഒരു എന്താ പറയുക, ഒരു സ്പാർക്കായിട്ട് പോയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു, അത് നിങ്ങൾക്ക് ക്യാമറയിൽ കിട്ടിക്കാണും തോന്നുന്നു. ഓക്കേ, ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേ സ്ട്രിപ്പ് എല്ലാം ഒന്നും കൂടി റിമൂവ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതാണ്ടേ ഓൺ ചെയ്യുകയാണ്. ഓക്കെ, സംഭവം ഓണായിട്ടുണ്ട്, മൊബൈൽ ഓണായി കേട്ടോ. സംഭവം മൊബൈൽ ഓണായിട്ടുണ്ട്, വൈബ്രേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഡിസ്പ്ലേ മുകളിലെ ആ സെൻസർ വരുന്ന ഭാഗം അവിടെ ഞാനൊന്ന് പൊക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ നഖം വെച്ചുകൊണ്ട് തന്നെ ഇതാണ്ട് ഞാനതാ പൊക്കുവാണ്. ഈ ഡിസ്പ്ലേ നോക്കിക്കുവാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ മൂലയ്ക്ക് പൊട്ടലുണ്ട്. അതാണ്ട് ആ ലൈൻ വന്നു നമ്മുടെ കസ്റ്റമർ നോക്കുന്നു കാണിക്കാൻ. ഓക്കെ മച്ചാനെ, അതാണ്ട് പിന്നെ പോയി നമ്മുടെ കസ്റ്റമർ കാണണം എന്ന് പറഞ്ഞ്. ഓക്കെ, ഇപ്പോൾ അതാണ്ടേ ഞാൻ ഒന്നും കൂടി അത് വലിക്കുകയാണ്. പോയി പിന്നെ ബ്ലാങ്കായി, ലൈൻ വന്നു ബ്ലാങ്കായി. അപ്പോൾ ഞാൻ ഒന്നും കൂടി അത് ലൂസാക്കുക, അതായത് ആ ടൈറ്റ് മേളിൽ ആ സെൻസറിൻ്റെ ഭാഗം ഞാൻ പൊക്കുകയാണ്. ഇപ്പം നിങ്ങൾ ലൈൻ വന്നത് ഡയറക്റ്റ് കണ്ടു കാണുമല്ലേ, ഡിസ്പ്ലേ ഒന്ന് മാറിയതൊന്നുമല്ല മച്ചാനെ. കസ്റ്റമർ തൊട്ടടുത്തിരുന്നുകൊണ്ടൊന്ന് കാണിക്കാൻ അതാണ് മൂല പൊട്ടിയ ഡിസ്പ്ലേ ഉണ്ടോ, എത്ര പേര് ശ്രദ്ധിച്ചെന്ന് അറിയില്ല. ലെഫ്റ്റ് സൈഡിൽ മൂലയ്ക്ക് ആ ഡിസ്പ്ലേക്ക് പൊട്ടലുണ്ട്. അപ്പോൾ ഹീറ്റ് വല്ലതും വരുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. ഹീറ്റൊന്നുമില്ല, അതാണുണ്ടോ ലെഫ്റ്റ് സൈഡിൽ മൂലയ്ക്ക് പൊട്ടലുണ്ടോ. അപ്പോൾ അതേ ഡിസ്പ്ലേ തന്നെയാണ്, അതുകൊണ്ട് ഡിസ്പ്ലേ അതൊന്ന് ചേഞ്ച് ആക്കിയതല്ല. ഓക്കെ, ഓണായിട്ടുണ്ട് കണ്ടോ, ഓണാക്കി. ഇപ്പോൾ ഓണായി വരുന്നുണ്ട്. ഓണായി വന്നിട്ട് ലൈൻസ് വരുന്ന മൊബൈലുകളുണ്ട്. ഇപ്പോൾ വിവോ എന്ന അക്ഷരത്തിൽ ലൈൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇവിടെ മുകളിൽ ദാണ്ട് ഞാൻ കുറേ അങ്ങനെ വലിച്ചെടുത്തു, മുമ്പിലോട്ട് ഡിസ്പ്ലേ നീക്കി. അപ്പോൾ ദാണ്ട് ഈ കവറിനകത്ത് പോയതാണ്, ബാറ്ററി കവർ നിന്ന് ഞാൻ സെറ്റ് ചെയ്യുകയാണേ. ഓക്കെ, ഇതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യാതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് താഴെ പൊട്ടിയ ഡിസ്പ്ലേ അത് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് അത് ജാമായിരുന്ന ഭാഗത്തിരുന്നും ജസ്റ്റ് റിലീസ് ചെയ്തു കേട്ടോ. ഓണായിട്ടുണ്ട് കേട്ടോ, ഓണായെന്ന് വെച്ചാൽ ലൈനും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. സ്റ്റക്കായോ? ഇല്ല, വർക്കാവുന്നുണ്ട്, കുഴപ്പമില്ല. വാവ്. ഇപ്പോൾ ഈ കസ്റ്റമറിന് ഈ ഡിസ്പ്ലേ മാറണമെന്നാണ് പറഞ്ഞു വിട്ടത്. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ മാറിയില്ല, നോക്കി വർക്കാവുന്നുണ്ടോ? യാതൊരു ഇഷ്യൂ ഇല്ല, ക്ലിയർ ആയിട്ട് വർക്കാവുന്നുണ്ട്. ഞാനൊരു ഡൗട്ട് കാരണം മുകളിൽ ഒന്നും കൂടി ഒന്ന് ഡിസ്പ്ലേ റിലീസ് ചെയ്ത് വിടുകയാണ്, ജാമ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി റിലീസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതാണ്ട് പക്ക വർക്കിംഗ് ആണ്, യാതൊരു ഇഷ്യൂ ഇല്ല. കണ്ടോ, ഇത് ഇങ്ങനെയൊക്കെ ഒരുപാട് ഡിസ്പ്ലേ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഡിസ്പ്ലേകൾ ഇളക്കിയിട്ട് തിരിച്ചിടുമ്പോൾ വർക്കായിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ട്രിപ്പ് ഇളക്കിയിട്ട് തിരിച്ചിടുമ്പോൾ വർക്കായിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഈ ലൈൻസ് ഇഷ്യൂ ഇല്ലേ, ഇതുപോലെ ഇപ്പോൾ ഈ മൊബൈലിൽ വന്ന ലൈനില്ലേ, ഇതുപോലത്തെ ലൈൻ വന്ന മൊബൈൽ ഞാൻ ഡിസ്പ്ലേ ഫുള്ള് ഇളക്കിയതിന് ശേഷം അതൊന്ന് റിലീസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ സൈഡിലത്തെ, അത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാം, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, അല്ലാതെ മനസ്സിലാക്കാൻ ചാൻസ് കുറവ്. കാരണം എന്താ പറഞ്ഞാൽ ആ സ്റ്റീൽ പ്ലേറ്റ് വരുമല്ലോ ഏറ്റവും ലാസ്റ്റ് ലെയർ ഡിസ്പ്ലേയുടെ ബാക്കിൽ, അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ സ്ഥലത്തും കറക്റ്റ് ഗം അടിച്ചിട്ട് അതിനുശേഷം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്, കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ സംഭവിച്ചതെന്ന് പറയുമോ, ഇവർ ടെമ്പേർഡ് ഒട്ടിച്ചപ്പം ജസ്റ്റ് ഈ ഒട്ടിച്ചവർ എന്തെങ്കിലും ചെറിയൊരു പ്രസ്സിങ് കൊടുത്തായിരിക്കും ഇത് ഒട്ടിച്ചത്. അന്നേരം ഇത് ഇച്ചിരി ഒന്നും കൂടി ഓവർ ജാമായിട്ട് ആ സെൻസറിൻ്റെ ഭാഗം ഓവർ ജാമായിട്ട്, അതായത് പ്രസ്സായി നിന്നതായിരിക്കും, അങ്ങനെയാണ് സംഭവിക്കാറ്. അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഞാനത് റിലീസ് ചെയ്തപ്പോൾ ഡിസ്പ്ലേ ആദ്യമേ ലൈനാണ് വന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആദ്യമേ ലൈനാണ് വന്നത്, അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ തെളിഞ്ഞു വന്നു ഒന്നും കൂടി റിലീസ് ചെയ്തപ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. ഏറ്റവും കൂടുതലും കംപ്ലയിൻറ്റ്സുകളെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാനാണ് വരുന്നത്. നമ്മളും ഏറ്റവും കൂടുതൽ അവരുടെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് കൊടുക്കാനാണ്. ഇതുപോലെ ഡിസ്പ്ലേ മാറാനൊന്നും പൈസയില്ല, ഇപ്പം പൈസ ഇല്ലയെന്ന് പറയുന്നവർക്ക്, എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല മോനെ എന്ന് പറഞ്ഞ് വരുന്നവർക്കൊക്കെ നമ്മൾ ജസ്റ്റ് ഈ ചെയ്യുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ല, ഡിസ്പ്ലേ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നതാണ്, ഇതുപോലത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പം ചിലപ്പോൾ ഒരു 1%, 2% അത് വർക്ക് ആവുന്നെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സർവീസ് ചാർജ് തരും, ഒരു ചെറിയ സർവീസ് ചാർജ് തരും. അപ്പോൾ അത് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കൊരു നമ്മൾ ചെയ്യുന്ന ഒരു ഉപകാരം എന്നൊന്നും പറയരുത് ഇതിനെ, ഒരു ചെറിയൊരു ഹെൽപ്പ്, ഒരു വലിയ ചിലവ്, പൈസ ഇല്ലാത്ത ഒരാൾ വലിയ ചിലവിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ ഇതിൽ ഒതുങ്ങിയെന്ന് പറയുമ്പോൾ അവരോടൊരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്കൊരു വലിയ സംഭവം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ, ഇല്ല മോനെ എങ്ങനെയെങ്കിലും ഒന്ന് അത് ഓണായി കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു, ഇപ്പോഴത്തെ സാഹചര്യം ശരിയല്ല, പൈസ ഒന്നും ഇല്ല മോനെ, വർക്കില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാം. അതുപോലെ എൻ്റെ കയ്യിൽ പഴയ ഡിസ്പ്ലേ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ചെറിയ പൊട്ടലുള്ള ഡിസ്പ്ലേ ഉണ്ടാവില്ല, ചിലരൊക്കെ മാറും, അതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് എടുത്തിട്ട് കൊടുക്കാറുണ്ട്. ചിലരെടുത്ത് ഞാൻ അത് ചെയ്ത് കൊടുക്കും, എനിക്ക് ചെയ്യുന്നതിൻ്റെ സർവീസ് ചാർജ് തരണേ എന്ന് പറയും, ഡിസ്പ്ലേയുടെ പൈസ വേണ്ട, ചെയ്യുമ്പോൾ ഉള്ള സർവീസ് ചാർജ് എന്താണെന്ന് വെച്ചാൽ തരണേന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഈ പറഞ്ഞ പോലെ വലിയ രീതിയിൽ ചെയ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റിയിൽ ഞാനും ഇല്ല, എന്നെക്കൊണ്ട് പറ്റുന്നത് മാത്രം ചെയ്യാൻ പറ്റും. ദൈവം സഹായിച്ച് നല്ലൊരു സിറ്റുവേഷനിൽ, ഒരു നല്ലൊരു സ്റ്റാൻഡിൽ ഞാൻ വരാൻ നേരത്ത് നമ്മൾ ചെയ്യും കേട്ടോ. ഈ പറഞ്ഞ പോലെ മനസ്സുള്ളവൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നും കാണില്ല, കൊടുക്കാനുള്ള മനസ്സ് ഉള്ളവരുടെ കയ്യിൽ മനസ്സും കാണില്ല എന്ന് പറയുമല്ലോ, അതുപോലെ. അപ്പം എന്തായാലും ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്തായാലും ഞാൻ ചെയ്ത് കൊടുക്കും, അത് നമ്മളിനി ഉള്ളത്തോളം കാലം നമ്മളത് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തു, സംഭവം സ്ക്രൂ ഇടുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ സ്കിപ്പ് ചെയ്യാണ്, സ്ക്രൂ ഇടൽ പരിപാടി ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. മൊബൈൽ അതാണ്ട് സ്ക്രൂ എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ നമ്മുടെ ഗമ്മാശാന എടുത്ത് അങ്ങോട്ട് വയ്ക്കാൻ പോവാണ്. ഇത് ഞാൻ ഇവിടെ ഈ ബാക്ക് സൈഡ് ഉണ്ടോ, ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഓരോരോ സൈഡിൽ ഇരുന്ന് ആ ഒരു പ്രൊട്ടക്ടറില്ലേ, ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഫൈബർ പോലത്തെ, അത് പൊടിഞ്ഞ് വരുന്നുണ്ട്. പൊടിഞ്ഞ് മാത്രമല്ല ഒരുമാതിരി ഒടിഞ്ഞൊക്കെ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ അധികം ക്ലീൻ ചെയ്യാൻ നിന്നില്ല, ഗമ്മടിച്ചിട്ടങ്ങ് ഒട്ടിക്കുകയാണ്. ഒരുപാട് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതെടുത്ത് നമ്മൾ ഡയറക്റ്റ് ഗം റിമൂവർ ഒഴിച്ച് നല്ല മുക്കി വെച്ച് ക്ലീൻ ചെയ്ത് നീറ്റാക്കി കൊടുക്കണം. അതിനുള്ള സമയവും ഇല്ല കസ്റ്റമറിന്. രണ്ടാമത് അത് അത്രയും മെനക്കെടേണ്ട മോനെ, ഞാനിത് കൂടിപ്പോയാൽ ഒരു 5-6 മാസം യൂസ് ചെയ്തിട്ട് മാറ്റും, എനിക്ക് മാറ്റിയേ പറ്റത്തുള്ളൂ. ഒരുപാട് പഴയതല്ല, ക്യാമറയും വർക്കിംഗ് അല്ല കേട്ടോ, സെൽഫി ക്യാമറ പോപ്പപ്പ് കംപ്ലയിൻ്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ പോപ്പപ്പ് ക്യാമറ കംപ്ലയിൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലായതുകൊണ്ടാണ് ഞാൻ ഇത്രയും മെനക്കെട്ട് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇത് എനിക്കറിയാം, ഡിസ്പ്ലേ മാറിയാലാണ് എനിക്ക് 10 രൂപ കിട്ടുമെന്നുള്ളത്. പക്ഷേ ഇതിങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, ഇത് ജസ്റ്റ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം മാത്രമാണ്. അത്രയും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്നുള്ളൂ, അത്രയും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ ബാക്ക് പാനൽ കവർ അവിടെ വെച്ചു, ഇനി റബ്ബർ ബാൻഡ് ഇടാൻ പോവാണ്, ഫൈനൽ ടച്ച്. അപ്പോൾ നമ്മുടെ റബ്ബർ ബാൻഡ് ഇട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ സെറ്റ് ചെയ്താൽ കൊടുക്കാം. ഇതിപ്പോൾ ഇതിൽ ഞാൻ മുകളിൽ, നിങ്ങൾ കണ്ടോണം, ഞാൻ മുകളിൽ ഇരുന്നാണ് റിലീസ് ചെയ്ത ഡിസ്പ്ലേ, അവിടെ തന്നെയാണ് ഞാൻ റബ്ബർ ബാൻഡ് ഇടുന്നത്, ഓവർ ടൈറ്റ് ആവാത്ത രീതിയിൽ. കാരണം ഇനിയൊരു ഓവർ ടൈറ്റ് വരുന്നെങ്കിൽ പിന്നെ ഇതേ കാര്യം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഡിസ്പ്ലേ റിലീസ് ചെയ്ത് വിട്ടിട്ട് പിന്നെ തെളിഞ്ഞ് വരുമെന്നുള്ള ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഞാൻ നൈസിന് ഇട്ടിട്ടുണ്ട്. ഓവർ ടൈറ്റിൻ്റെ പ്രശ്നം ഞാൻ പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ ഓവർ ടൈറ്റ് ആകുമ്പോഴേക്കും ഡിസ്പ്ലേയിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. ബ്ലാങ്ക് ആവും, ഇത് തന്നെയാണ് കൂടുതലും പറയുന്നത്, ബ്ലാങ്കും പിന്നെ ഓട്ടോ ടച്ച് ഇഷ്യൂ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി കാണും. ഓവർ ടൈറ്റായിട്ട്, അതായത് ഓവർ ജാമായി ഡിസ്പ്ലേ നിന്നപ്പോൾ സംഭവിച്ച ഒരു ബ്ലാങ്ക് ആണ് ഇവിടെ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്ത് വിട്ടത്, അല്ലാതെ സ്ട്രിപ്പിൻ്റെ ഇഷ്യൂ അല്ല. ഞാനിവിടെ കാണിച്ചായിരുന്നു, നിങ്ങൾക്ക് സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് കാണിച്ചു. ചിലർ വിചാരിക്കും അത് സ്ട്രിപ്പ് എന്തെങ്കിലും ആയതായിരിക്കുമെന്ന്. ഒരിക്കലും സ്ട്രിപ്പല്ല,
ജാമായി. സെൻസറിൻ്റെ ഭാഗം മാത്രമല്ല, അത് മൊത്തത്തിൽ ഡിസ്പ്ലേ ഒന്ന് ജാമായപ്പം എവിടെയെങ്കിലും ഒരു സൈഡ് ടൈറ്റ് ആവുമല്ലോ, അങ്ങനെ ഡിസ്പ്ലേ ഷോർട്ടായിട്ട് ഇങ്ങനെ ലൈൻ വരുന്നതാണ്. ഇപ്പോൾ അതാണ്ട് ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്നറിയാം ഇപ്പോൾ ഓൺ ചെയ്തത്. ഇത് ഇനി റബ്ബർ ബാൻഡ് ഇങ്ങനെ തന്നെ വെക്കാൻ പോകണം, ഓൺ ചെയ്ത് തന്നെ വെക്കാൻ പോവാണ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരാറുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേയിൽ ഞാൻ ഈ ഗമ്മ് ഈ ബാക്ക് പാനൽ കവർ ഒട്ടി അത് കഴിഞ്ഞ് റിലീസ് ചെയ്ത് കസ്റ്റമറെ കൊടുക്കുന്നതിന് മുമ്പേ ഉണ്ടാവണം കംപ്ലയിൻറ്റ് വരണമെങ്കിൽ. അത് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കസ്റ്റമറിന് പേടിക്കേ വേണ്ട, യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. 6 മാസമോ 1 വർഷമോ എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അവരുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ അവർ പോയി പുതിയ മൊബൈൽ എടുക്കട്ടെ. എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുത്തു, അത്ര തന്നെ. ഓക്കെ, കണ്ടോ, യാതൊരു ഇഷ്യൂ ഇല്ല. നേരത്തെ ഓൺ ചെയ്തപ്പോൾ വന്ന ലൈനിൽ ഒരു ലൈന് പോലും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ ഈ ഡിസ്പ്ലേ മാറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ പക്ക കണ്ടീഷനാണ്. ഇനി നമ്മൾ ഉണങ്ങാൻ വയ്ക്കുകയാണ്. ഒരുപാട് സമയമൊന്നുമില്ല, ഒരു 3-4 മിനിറ്റ് വയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റോ 5 മിനിറ്റോ അങ്ങോട്ടായി കാണും. ഞാനിതിപ്പോൾ റബ്ബർ റിമൂവ് ചെയ്യാൻ പോവാണ്. ഈ റബ്ബർ ബാൻഡൊക്കെ എടുത്തിട്ട് നമുക്കിപ്പോൾ ഇപ്പോഴും മൊബൈൽ ഓണാണ്, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. മൊബൈൽ ഓണായിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, മൊബൈൽ ഓണാണ്. ഏകദേശം 4 മിനിറ്റ് അങ്ങോട്ടേ ആയുള്ളൂ. 35-ന് നമ്മൾ കണ്ടോ, യാതൊരു ഇഷ്യൂ ഇല്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ മച്ചാനെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ബൈ.